പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 5 നെക്സ്റ്റ് പോർഷനാണ്. ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ പഠിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ perpendicular lines. Can you draw a pair of intersecting lines such that all four angles are equal? 4 ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്ന ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമോ? ക്യാൻ യു ഫിഗർ ഔട്ട് വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ? നമുക്കിവിടെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് 5.4. നോക്കിയാൽ ഇഫ് 2 ലൈൻ ഇൻ്റർസെക്റ്റ് ആൻഡ് all 4 angles are equal then each angle must be a right angle. അപ്പോൾ 4 ആംഗിളും ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഓരോ ആംഗിളും ഉറപ്പായിട്ടും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇതാ ഇങ്ങനെ ഒരു സൈനാണ്, ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് 90 ഡിഗ്രിയാണ്. സാധാരണ നമ്മൾ ആംഗിൾ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആംഗിളിന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്ക്വയറിൻ്റെ കൂട്ട് ഇങ്ങനെ ഒരു ഷേപ്പാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റൈറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ 4 ആംഗിളുകളും ഈക്വലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ആംഗിളുകളും 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരുമ്പോൾ എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 4 ആംഗിളുകളും ഈക്വലാണെങ്കിൽ 360/4 ദാറ്റ് ഈസ് 90 ഡിഗ്രി. മനസ്സിലായല്ലോ? പെർപെൻഡിക്കുലർ ലൈൻസ് ആർ എ പെയർ ഓഫ് ലൈൻസ് വിച്ച് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. We can say that line L and M are perpendicular to each other. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ആംഗിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പെയർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ബിറ്റ്വീൻ ലൈൻസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഫിഗറിനകത്ത് നമുക്ക് ലൈൻസ് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ചെറുതായിട്ട് ക്രോസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ പോയിൻ്റ് അല്ലെങ്കിൽ എൻ പോയിൻ്റ് അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ മാത്തമാറ്റിക്കൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ലൈൻ സെഗ്മെൻറ്റ് FG and FH meet at a point F at an angle 115.3 ഡിഗ്രി. ഇതിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ലൈൻ സെഗ്മെൻറ്റ് FGയും FHും F എന്ന എൻ പോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്നു. എത്ര ഡിഗ്രി ആംഗിളിലാണ്? 115.3 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നത്. Are line segment ST and UV likely to meet if they are extend? അപ്പോൾ ഇവിടെ ST എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും UV എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് മീറ്റ് ചെയ്യുമോ? അപ്പോൾ നോക്കിയാൽ ഇവിടെ ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ പോയി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. കാരണം എന്താണ്? ഇത് പാരലൽ അല്ല. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇഫ് ദ ലൈൻസ് ആർ നോട്ട് പാരലൽ ദേ വിൽ ലൈക്ലി ഇൻ്റർസെക്റ്റ് അറ്റ് സം പോയിൻറ്റ്. ദസ് ലൈൻ ST ആൻഡ് UV ആർ ലൈക്ലി ടു മീറ്റ് വെൻ എക്സ്റ്റെൻഡഡ് ആസ് ദേ ആർ നോട്ട് പാരലൽ. ഇത് പാരലൽ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. പാരലൽ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ്? പാരലൽ എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ലൈൻസ് നീണ്ടു പോകുമ്പോൾ അത് എത്ര ദൂരം നീണ്ടാലും ആ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ലൈനിൽ നോക്കിയേ, ഇവിടെയുള്ള സെയിം ഡിസ്റ്റൻസ് അല്ല ഇവിടെ വരുമ്പോൾ ചെറിയൊരു ചരിവുണ്ടല്ലേ? അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ഇത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കുറേ ദൂരം ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതെന്തല്ല, പാരലൽ ലൈൻസ് അല്ലാത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇനി നോക്കിയേ, ആർ ലൈൻ സെഗ്മെൻറ്റ് OP ആൻഡ് QR ലൈക്ലി ടു മീറ്റ് ഇഫ് ദേ ആർ എക്സ്റ്റെൻഡഡ്. OPയും QRും മീറ്റ് ചെയ്യുമോ? നോക്കിയേ, ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പാരലലാണല്ലേ? ഈ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും സെയിം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരിക്കലും മീറ്റ് ചെയ്യത്തില്ല. ഇതിനെ നമുക്ക് എന്ത് പറയാം? ദ ലൈൻ സെഗ്മെൻറ്റ് AB ആൻഡ് CD meet at the point X.
Okay, here are some examples of lines we noticed around us. What is the common to the lines in the picture above? They do not seem likely to intersect each other. Such lines are called parallel lines. അപ്പോൾ പാരലൽ ലൈൻസ് എന്താണെന്ന് മുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ ഈ പിക്ചറിൽ തന്നിരിക്കുന്ന ലൈൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇത് പാരലൽ ലൈൻസ് ആയതുകൊണ്ട്. ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈനുകളെ നമ്മൾ എന്തു പറയും, പാരലൽ ലൈൻസ് എന്ന് പറയും. അപ്പോൾ റെയിൽവേ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻസുകൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇത് പാരലൽ ലൈനാണ് എന്ന് പറയാം. പാരലൽ ലൈൻസ് ആർ എ പെയർ ഓഫ് ലൈൻസ് ദാറ്റ് ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആൻഡ് ഡു നോട്ട് മീറ്റ് ഹവർ ഫാർ വി എക്സ്റ്റെൻഡ് ദം അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡുകളെയും എക്സ്റ്റെൻഡ് ചെയ്താലും അത് എൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര ദൂരം വരച്ചാലും ആ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലായിരിക്കും. നൗ സം പാരലൽ ലൈൻസ് യു ക്യാൻ സ്പോട്ട് ഇൻ യുവർ ക്ലാസ് റൂം. പാരലൽ ലൈൻസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ആർട്ട് വർക്കിംഗ് ആൻഡ് ഷെയ്ഡിങ്. ഇനി നോക്കിയാൽ വിച്ച് പെയർ ഓഫ് ലൈൻസ് അപ്പിയർ ടു ബി പാരലൽ ഇൻ ഫിഗർ 5.6. ഇവിടെ പാരലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലൈന് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻസിന് നമുക്ക് പേര് തന്നിട്ടുണ്ടല്ലേ. ഈ ലൈൻ എ, ഇതാണ് ലൈൻ എ, ഇത് ലൈൻ ഐ, ഇത് ലൈൻ എച്ച്. ഇത് മൂന്നും എന്താണ്, പാരലൽ ടു ഈച്ച് അതർ ആണ് അല്ലേ. അപ്പോൾ എ ഇവിടെ വരെ ഉള്ളല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് താഴേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ലൈൻ എയും ഐയും എച്ചും എന്താണ്, പാരലലാണ്. ഇനി അടുത്തത് ഇത് ലൈൻ സി ആണല്ലേ. ലൈൻ സിയും ലൈൻ ജിയും എന്താണ്, പാരലലാണ്. ഇവിടെ നോക്കി, ലൈൻ ഡിയും ലൈൻ എഫും പാരലലാണല്ലേ. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെ പോവും. അതായത് ഈ ലൈൻ്റെ പേര് എഫ് എന്നാണ് കേട്ടോ. ലൈൻ എഫും ലൈൻ ഡിയും പാരലലാണ്. അതേപോലെ ഇവിടെ നോക്കിയേ, ലൈൻ ഇയും അടുത്ത ഏതാ, ലൈൻ ബിയും. ഇയും ബിയും എന്താണ്, പാരലലാണ്. അപ്പോൾ പാരലൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈനുകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇൻ മാത്തമാറ്റിക്സ് വി യൂസ് ആൻ ആരോ മാർക്ക് ടു ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ലൈൻസ് ഈസ് പാരലൽ. അപ്പോൾ സെറ്റ് ഓഫ് ലൈൻസ് പാരലൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു ആരോ മാർക്ക് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ ഒരു സെറ്റ് പാരലൽ ലൈൻസേ ഉള്ളൂ, അതുകൊണ്ട് ഒരാരോ ഇട്ടു. ഇനി ഒന്നിൽ കൂടുതൽ പാരലൽ ലൈൻസിൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് സെറ്റിനെ ഇതേപോലെ രണ്ട് ആരോ മാർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ കാണിക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻസ് ആർ മാർക്ക്ഡ് വിത്ത് എ സ്ക്വയർ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ പെർപെൻഡിക്കുലർ ആംഗിളിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ആംഗിളാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.